പാടശേഖരത്തെ തീ പുരയിടത്തിലേക്ക് പടരുമോ എന്ന് ഭയന്ന ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം പള്ളത്താണ് ഈ സംഭവമുണ്ടായത്. റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കൂടിയായ പള്ളം വലിയ പറമ്പിൽ വീട്ടിൽ മാത്യു വർഗീസ് എന്ന 62 വയസ്സുകാരനാണ് ഇന്നലെ ഉച്ചയോടുകൂടി കുഴഞ്ഞു വീണ് മരിച്ചത്. എനിക്ക് പിന്നിലായി കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ വീടിന് എതിർഭാഗത്തായി കാണുന്നത് ഏക്കർ കണക്കിനോളം വരുന്ന വലിയൊരു പാടശേഖരമാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ പാടശേഖരത്ത് വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. ഇത് സ്വന്തം പുരയിടത്തിൽ നിൽക്കുന്ന വലിയ മരങ്ങളിലേക്ക് പടരുമോ എന്നൊരു ഭയത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഉടൻ തന്നെ ഈ മാത്യു വർഗീസിനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്നലെ എപ്പോഴാണ് ഈ തീ പിടിക്കുന്നത്? 2 മണി കഴിഞ്ഞാണ്. 2 മണി കഴിഞ്ഞ്. എന്താ സംഭവിച്ചത്? ഇപ്പം എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് വ്യക്തമല്ല. പടിഞ്ഞാറ് നിങ്ങൾ തീയും പുകയായിട്ട് വരുന്നത് കണ്ട് അന്നേരം ആൾക്കാരെല്ലാം കൂടി അന്നേരം ഓരോ ഈ സൈഡിൽ നിന്നവരെല്ലാം അവനവൻ്റെ വീടുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ തീ കയറാതിരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം നല്ലൊരു ആൾക്കൂട്ടമായിരുന്നു ഇവിടെ. അത് തീ പടർന്ന് ഇനി വന്നുകൊണ്ടിരിക്കുക. നടുക്കൂടെ കത്തി അന്നേരം ഈ സൈഡ് വഴി വരാതിരിക്കാൻ വേണ്ടി ആൾക്കാർ നനച്ചുകൊണ്ടിരുന്നത് തീ ഇഞ്ഞ് വന്നപ്പോൾ ഈ ആളും ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പുള്ളിക്ക് എന്തോ കണ്ടു കഴിയുമ്പോൾ ഇത് തീ പിടിക്കുമെന്നുള്ളൊരു ധാരണ. അന്നേരം ഭാര്യയോട് പറഞ്ഞു ഇതുപോലെ എനിക്കൊരു വിഷമമുണ്ട്, ഞാൻ അകത്തോട്ട് വരുന്നു, നീ വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ശകലം കഴിഞ്ഞാൽ മകളും ഉണ്ടായിരുന്നു അകത്ത്. ശകലം കഴിഞ്ഞപ്പോഴത്തേന് കുഴഞ്ഞ് വീണ്. അന്നേരം മകൾ കിടന്ന് കൂവി. അന്നേരമാണ് മറ്റുള്ളവരൊക്കെ അറിയുന്നത്. ഉടനെ അന്നേരം ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു. മറ്റെന്തെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ല. യാതൊരു അസുഖം ഞങ്ങൾക്ക് അറിവില്ല. ഇത് മനപ്രയാസം കയറിയതാകാം, ചിലപ്പോൾ പുക അടിച്ചതാകാം, ഏതാണ്ട് വ്യക്തം നമുക്ക്. നല്ല പുകയായിരുന്നു. പുകയെന്ന് പറയുന്നത് മൊത്തം കാണാമല്ലോ. ഇത് വലിയ തീയല്ല, എന്നാൽ പുകയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം സമയം തീ നിന്ന് 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് എല്ലാവരും ഇങ്ങനെ നാട്ടുകാരെല്ലാം ചുറ്റും നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് നടുക്കത്തെ മാത്രം കത്തിക്കൊണ്ട് സൈഡിലോട്ടൊന്നും കയറിയില്ല. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് എത്തി എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നറിയാം, വണ്ടി ഇവിടം വരെ വരത്തില്ല. പിന്നെ അവർ ഞങ്ങളുടെ കൂടെ കൂടി അവർ നല്ല രീതിയിൽ സഹകരിച്ച്, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല സേവനം അവരുടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതാണ് സംഭവിച്ചത്, വണ്ടി വരത്തില്ലല്ലോ, വഴിയില്ല, വലിയ വണ്ടി വരത്തില്ല, അതാണ് സംഭവിച്ചത്. റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കൂടിയായ 62 വയസ്സുകാരനായ മാത്യു വർഗീസ് എന്ന വ്യക്തിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി കുഴഞ്ഞു വീണ് മരിച്ചത്. കോട്ടയം പള്ളത്താണ് ഈ സംഭവം. പള്ളം സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ മാത്യു വർഗീസാണ് ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീടിന് മുൻവശത്തുള്ള പാടശേഖരത്ത് തീ പടരുന്നത് കണ്ടത്. അദ്ദേഹം തന്നെയാണ് ആദ്യം ഈ വിവരം പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിക്കുന്നത്. 2 മണിക്കൂറോളം തീ നിന്ന് കത്തുകയായിരുന്നു. വലിയ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. റോഡ് സൗകര്യമില്ല. ഈ സമയം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തേക്കും തീ ആളിപ്പടരുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുരയിടത്തിലേക്ക് തീ പിടിക്കുമോ എന്നൊരു ഭയം കൊണ്ട് അദ്ദേഹം കുഴിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് സ്ഥലത്തുള്ള ആളുകൾ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.